ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു LLC അക്കാഡമി. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സിൻ്റെ സെക്കൻഡ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ ബാക്കി പോർഷൻസ് ആണ് എടുക്കുന്നത്. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡിനെ കുറിച്ചാണ്. ICAI constituted the Accounting Standard Board on 21st April 1977 to harmonize the diverse accounting policies and practices prevalent in our country. അപ്പോൾ ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഡൈവേഴ്സ് അക്കൗണ്ടിംഗ് പോളിസീസിനെയും പ്രാക്ടീസിനെയും ഹാർമോണൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഓഫ് ഇന്ത്യ 1977 21st ഏപ്രിലാണ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ദ മെയിൻ ഫങ്ഷൻ ഓഫ് ASB ഈസ് ടു ഫോർമുലേറ്റ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. അപ്പോൾ ഇന്ത്യയിൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സിനെ ഫോർമുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത്. ASB ഹാസ് ടു ഗിവ് ഡ്യൂ കൺസിഡറേഷൻ ടു IAS issued by IASC from time to develop own standard in light of conditions and practices being followed in India. അപ്പോൾ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് IAS മീൻസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു IASC ആണ് IAS ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഇഷ്യൂ ചെയ്യുന്നത്. അവർ ഇഷ്യൂ ചെയ്യുന്ന IASനെ കൺസിഡറേഷൻ കൊടുത്തുകൊണ്ട് ടൈം ടു ടൈം ആയിട്ട് ഇന്ത്യയിലുള്ള അക്കൗണ്ടിംഗ് പ്രാക്ടീസസിനെയും കണ്ടീഷൻസിനെയും ഡെവലപ്പ് ചെയ്യുക, ഓൺ സ്റ്റാൻഡേർഡ്സ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ASBയുടെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ റിവ്യൂ ഓൾ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ഫ്രം ടൈം ടു ടൈം ആയിട്ട് എല്ലാ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സിനെയും റിവ്യൂ ചെയ്യുന്നത് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡാണ്. ദെൻ നെക്സ്റ്റ് സ്റ്റാൻഡേർഡ് സെറ്റിംഗ് പ്രോസസ്സ് ഇൻ ഇന്ത്യ ആണ്. എങ്ങനെയാണ് ഇന്ത്യയിൽ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുന്നത്, ആ ഒരു പ്രോസസ്സ് എന്താണെന്നാണ് നോക്കുന്നത്. ഫസ്റ്റ് സ്റ്റേജിൽ ദ ASB വിൽ ഐഡൻറ്റിഫൈ ഏരിയ വേർ ഫോർമുലേഷൻ ഓഫ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് മേ ബി നീഡഡ്. ഏതൊക്കെ ഏരിയയിലാണ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഫോർമുലേറ്റ് ചെയ്യേണ്ടത്, അതിൻ്റെ നീഡ് എന്താണെന്നുള്ള കാര്യം ഐഡൻറ്റിഫൈ, അതാണ് ഫസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡാണ്. ദെൻ ASB വിൽ കോൺസ്റ്റിറ്റ്യൂട്ട് സ്റ്റഡി ഗ്രൂപ്പ്സ് ആൻഡ് പാനൽസ് ടു ഡിസ്കസ് ആൻഡ് സ്റ്റഡി ദ ടോപ്പിക് അറ്റ് ഹാൻഡ്. അപ്പം ഏത് ഏരിയയിലാണോ നമുക്ക് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ഫോർമുലേറ്റ് ചെയ്യേണ്ടത് ആ ഏരിയയിൽ ഉള്ള സ്റ്റഡീസ് നടത്താൻ വേണ്ടി സ്റ്റഡി ഗ്രൂപ്പ്സിനെയും പാനലിനെയും ASB കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സച്ച് പാനൽ വിൽ പ്രിപ്പയർ ഡ്രാഫ്റ്റ് ഓഫ് സ്റ്റാൻഡേർഡ്. അപ്പോൾ സ്റ്റാൻഡേർഡുകളുടെ ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ഇങ്ങനെ സെറ്റപ്പ് ആയിട്ടുള്ള സ്റ്റഡി ഗ്രൂപ്പ് അല്ലെങ്കിൽ പാനലുകളാണ്. ദ ഡ്രാഫ്റ്റ് നോർമലി ഇൻക്ലൂഡ്സ് ദ ഡെഫിനിഷൻ ഓഫ് ഇമ്പോർട്ടൻറ്റ് ടേംസ്, ഒബ്ജക്റ്റീവ് ഓഫ് ദ സ്റ്റാൻഡേർഡ്, ഇറ്റ്സ് സ്കോപ്പ്, മെഷർമെൻറ്റ്, പ്രിൻസിപ്പിൾസ് ആൻഡ് ദ റെപ്രസെൻറ്റേഷൻ ഓഫ് സെറ്റ് ഡാറ്റ ഇൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. അപ്പം ഗ്രൂപ്പ് അല്ലെങ്കിൽ പാനൽസ് ഡെവലപ്പ് ചെയ്യുന്ന ഡ്രാഫ്റ്റിൽ നോർമലി ഉണ്ടാവുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡുമായി ബന്ധപ്പെട്ടുള്ള ഇമ്പോർട്ടൻ്റ് ടേംസ് ഉണ്ടായിരിക്കും. ദെൻ സ്റ്റാൻഡേർഡിൻ്റെ ഒബ്ജക്റ്റീവ്, അതിൻ്റെ സ്കോപ്പ്, മെഷർമെൻറ്റ് പ്രിൻസിപ്പിൾസ്, റെപ്രസെൻറ്റേഷൻസ് എങ്ങനെയാണ്, ഈ കാര്യങ്ങളൊക്കെയാണ് ഡ്രാഫ്റ്റിൽ ഉണ്ടായിരിക്കുക. ദെൻ നെക്സ്റ്റ് സ്റ്റേജിൽ ദ ASB ദെൻ ക്യാരീസ് ഔട്ട് ഡെലിബറേഷൻസ് ഓഫ് ദ സെഡ് ഡ്രാഫ്റ്റ് ഓഫ് ദി സ്റ്റാൻഡേർഡ് ഇഫ് നെസസറി ചേഞ്ചസ് ആൻഡ് റിവിഷൻസ് ആർ മെയ്ഡ്. അപ്പം ASB ഡെവലപ്പ് ചെയ്തിട്ടുള്ള ASBയുടെ പാനൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഡ്രാഫ്റ്റിൻ്റെ മുകളിൽ ഡെലിബറേഷൻസ് മീൻസ് ഡിസ്കഷന് വെക്കും. അപ്പോൾ ഡിസ്കഷനിൽ വെച്ചിട്ട് ഏതെങ്കിലും നെസസറി ആയിട്ടുള്ള ചേഞ്ചസ് റിവിഷൻസ് വരുത്തണമെങ്കിൽ അങ്ങനെയുള്ള റിവിഷൻസ് ASB വരുത്തും. ദെൻ ദിസ് പ്രിലിമിനറി ഡ്രാഫ്റ്റ് ഈസ് സർക്കുലേറ്റഡ് ടു ദി ഓൾ കൺസേൺഡ് അതോറിറ്റീസ്. ദെൻ നെക്സ്റ്റ് സ്റ്റേജിൽ ചെയ്യുന്നത് ഡെവലപ്പ് ചെയ്തിട്ടുള്ള പ്രിലിമിനറി ഡ്രാഫ്റ്റ് സർക്കുലേറ്റ് ചെയ്യാണ് അതോറിറ്റീസിലേക്ക്, മറ്റുള്ള അതോറിറ്റീസിലേക്ക് സർക്കുലേറ്റ് ചെയ്യും. അപ്പം അത് മറ്റുള്ള അതോറിറ്റീസ് എന്ന് പറയുന്നത് ആരൊക്കെ വരും? ദ മെമ്പേഴ്സ് ഓഫ് ICAIയുടെ മെമ്പേഴ്സ്, ദെൻ എനി അതർ കൺസേൺഡ് അതോറിറ്റി ലൈക്ക് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കമ്പനി അഫയേഴ്സ്, ദെൻ SEBI, CBDT, സ്റ്റാൻഡിംഗ് കോൺഫറൻസ് ഓഫ് പബ്ലിക് എൻ്റർപ്രൈസസ്, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ എക്സെട്ര. അപ്പോൾ ഇങ്ങനെയുള്ള അതോറിറ്റീസിലേക്ക് പ്രിലിമിനറി ഡ്രാഫ്റ്റിനെ സർക്കുലേറ്റ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ ദീസ് മെമ്പേഴ്സ് ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ആർ ഇൻവൈറ്റഡ് ടു ഗിവ് ദെയർ കമൻസ്. ദെൻ അവരിലേക്ക് സർക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഈ ഒരു സ്റ്റാൻഡേർഡുമായിട്ട് ബന്ധപ്പെട്ട് മീൻസ് പ്രിലിമിനറി ഡ്രാഫ്റ്റുമായി ബന്ധപ്പെട്ട് അവർക്ക് എന്തെങ്കിലും രീതിയിലുള്ള കമൻസ് പറയാനുണ്ടെങ്കിൽ ആ കമൻസ് അവരിൽ നിന്ന് റിസീവ് ചെയ്യും. ദെൻ ദ ASB അറേഞ്ചസ് മീറ്റിംഗ് വിത്ത് ദീസ് റെപ്രസെൻറ്റേറ്റീവ് ടു ഡിസ്കസ് ദെയർ വ്യൂസ് ആൻഡ് കൺസേൺസ് അബൌട്ട് ദ ഡ്രാഫ്റ്റ് ആൻഡ് ഇറ്റ്സ് പ്രൊവിഷൻസ്. അപ്പോൾ ദെൻ ASB ചെയ്യുന്ന കാര്യം ഇതാണ്. ഈ മെമ്പേഴ്സ്, ഒഫീഷ്യൽ മെമ്പേഴ്സ് ഉണ്ടായിരിക്കും, റെപ്രസെൻറ്റേറ്റീവ്സ്, അവരുമായിട്ട് ഡിസ്കഷൻ വയ്ക്കുകയാണ്. അവർക്ക് ഡ്രാഫ്റ്റിന് മുകളിൽ അതിൻ്റെ പ്രൊവിഷൻ്റെ മുകളിൽ എന്തെങ്കിലും കാര്യങ്ങൾ വ്യൂസ് ആൻഡ് കൺസേൺസ് അറിയിക്കാനുണ്ടെങ്കിൽ അത് അറിയിക്കാനുള്ള മീറ്റിംഗ് അറേഞ്ച് ചെയ്യുകയാണ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് സ്റ്റേജിൽ ദ എക്സ്പോഷർ ഡ്രാഫ്റ്റ് ഈസ് ദെൻ ഫൈനലൈസ്ഡ് ആൻഡ് പ്രസൻറ്റഡ് ടു ദ പബ്ലിക് ഫോർ ദെയർ റിവ്യൂ ആൻഡ് കമൻറ്റ്. അപ്പോൾ ഈ ഡിസ്കഷന് ശേഷം, മീറ്റിങ്ങിന് ശേഷം
എക്സ്പോഷർ ഡ്രാഫ്റ്റ് ഫൈനലൈസ് ചെയ്യുകയും അത് പബ്ലിക്കിന് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ പബ്ലിക്കിന് അതിൻ്റെ മുകളിൽ സ്റ്റാൻഡേർഡിൻ്റെ മുകളിലുള്ള റിവ്യൂ ആൻഡ് കമൻസ് ഈ ഒരു സ്റ്റേജിൽ കൊടുക്കാൻ കഴിയും. ദെൻ ദ കമൻസ് ബൈ ദ പബ്ലിക് ഓൺ ദി എക്സ്പോഷർ ഡ്രാഫ്റ്റ് വിൽ ബി റിവ്യൂഡ്. ദെൻ അടുത്ത സ്റ്റേജിൽ ചെയ്യുന്നത് പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ കമൻസ് ആൻഡ് വ്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഡ്രാഫ്റ്റിൻ്റെ മുകളിൽ വെച്ചിട്ട് എന്ത് ചെയ്യണം, അത് റിവ്യൂ ചെയ്യുകയാണ് ചെയ്യുക. ദെൻ എ ഫൈനൽ ഡ്രാഫ്റ്റ് വിൽ ബി പ്രിപ്പയർഡ് ഫോർ ദ റിവ്യൂ ആൻഡ് കൺസിഡറേഷൻ ഓഫ് ദി ICAI. അപ്പോൾ പബ്ലിക്കിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് ഈ എക്സ്പോഷർ ഡ്രാഫ്റ്റ് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ഫൈനൽ ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്യാണ്. എന്നിട്ട് ഈ ഫൈനൽ ഡ്രാഫ്റ്റ് ICAIയുടെ റിവ്യൂ ആൻഡ് കൺസിഡറേഷന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യാണ് ചെയ്യുക. Then next, the Council of ICAI will then review and consider the final draft of the standard. അപ്പോൾ സ്റ്റാൻഡേർഡിൻ്റെ ഫൈനൽ ഡ്രാഫ്റ്റ് റിവ്യൂ ചെയ്യും അത് കൺസിഡർ ചെയ്യുന്നത് ICAIയുടെ കൗൺസിൽ ആയിരിക്കും. ഇഫ് നെസസറി ദേ മേ സജസ്റ്റ് ഫ്യൂ മോഡിഫിക്കേഷൻ. ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, അവരുടേതായ രീതിയിലുള്ള ചെറിയ മോഡിഫിക്കേഷൻസ് സജസ്റ്റ് ചെയ്യാം. ദെൻ ഫൈനലി അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഈസ് ഇഷ്യൂഡ്. അത് ഈ ഒരു പ്രോസസ്സിലൂടെ കടന്ന് പോയതിനു ശേഷമാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഇഷ്യൂ ചെയ്യുക. ഇൻ ദ കേസ് ഓഫ് സ്റ്റാൻഡേർഡ് ഫോർ നോൺ കോർപ്പറേറ്റ് എൻറ്റിറ്റീസ്. അപ്പോൾ നമ്മളിപ്പം ഡ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള ഈ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് നോൺ കോർപ്പറേറ്റ് എൻറ്റിറ്റീസിന് ഉള്ളതാണെങ്കിൽ ICAIക്ക് നേരിട്ട് എന്ത് ചെയ്യാം, സ്റ്റാൻഡേർഡ് ഇഷ്യൂ ചെയ്യാം. അപ്പോൾ അതാണ് പറയുന്നത്, ഇൻ ദ കേസ് ഓഫ് സ്റ്റാൻഡേർഡ് ഫോർ നോൺ കോർപ്പറേറ്റ് എൻറ്റിറ്റീസ് ദ ICAI വിൽ ഇഷ്യൂ ദ സ്റ്റാൻഡേർഡ്. നോൺ കോർപ്പറേറ്റ് എൻറ്റിറ്റീസിനുള്ള സ്റ്റാൻഡേർഡ് ആണെങ്കിൽ അത് ഇഷ്യൂ ചെയ്യുന്നത് ICAI നേരിട്ടായിരിക്കും. ഇഫ് ദ റെലവൻറ്റ് സബ്ജക്റ്റ് റിലേറ്റ് ടു a corporate entity, the central government will issue the standard in consultation with the National Financial Reporting Authority or NFRA. ഇനി ഈ ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് കോർപ്പറേറ്റ് എൻറ്റിറ്റിക്ക് റെലവൻ്റ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ആണെങ്കിൽ അത് ഇഷ്യൂ ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ് ആണ്. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് അത് ഇഷ്യൂ ചെയ്യുന്നത് നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റിയുടെ കൺസൾട്ടേഷനോട് കൂടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് സ്റ്റാൻഡേർഡ് സെറ്റിംഗ് പ്രോസസ്സ് ഇന്ത്യയിൽ നടക്കുന്നത് എന്നുള്ള കാര്യം ഓർക്കുക. ഇൻ ഇന്ത്യ വി ഹാവ് അതോറിറ്റേറ്റീവ് സ്റ്റാൻഡേർഡ്സ് നെയിംഡ് ആസ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്. ദാറ്റ് മീൻസ് IND AS. അപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ അതോറിറ്റേറ്റീവ് സ്റ്റാൻഡേർഡ്സ് ആയിട്ടുള്ള അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സിൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് നെയിം ചെയ്തിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അതുപോലെ തന്നെ IFRSുമായിട്ട് കൺവേർജ് ചെയ്തിട്ടുള്ള ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ആയിട്ടുള്ള IND ASും ഉണ്ട്. ഇവിടെ ഓർക്കുക, എക്സിസ്റ്റിംഗ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സിനെ റെഗുലേറ്റ് ചെയ്യുന്നത് കമ്പനീസ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് റൂൾസ് 2006 ആണ്. ദെൻ അപ്പോൾ ഇവിടെ ഇന്ത്യയിലുള്ള IND AS എന്ന് പറയുന്നത് എന്താണ്, IFRSുമായിട്ട് കൺവേർജ് ചെയ്തിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് ആണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വിത്ത് റെസ്പെക്ട് ടു IFRSുമായി ബന്ധപ്പെട്ട് ദർ ആർ 2 ഓപ്ഷൻസ് ബിഫോർ കൺട്രി. ഒരു രാജ്യത്തിന് 2 ഓപ്ഷൻസ് ആണുള്ളത്. വൺ ഈസ് ടു അഡോപ്റ്റ് IFRS അതുപോലെ തന്നെ അഡോപ്റ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ അഡോപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ വിളിക്കുന്നത് IFRS അഡോപ്ഷൻ എന്നാണ്. ഇനി സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, കൺവേർജൻസ് ആണ്. അപ്പോൾ കൺട്രീസിൻ്റെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് IFRSുമായിട്ട് കൺവേർജ് ചെയ്യുക. മീൻസ് എന്താണ്, ടു മോഡിഫൈ ദ IFRS സ്ലൈറ്റ്ലി അക്കോർഡിംഗ് ടു ദ റൂൾസ്, ലോ ആൻഡ് എൻവിറോൺമെൻറ്റ് പ്രിവെയിലിംഗ് ഇൻ എ കൺട്രി. അപ്പോൾ രാജ്യത്തുള്ള റൂൾസ്, ലോസ്, എൻവിറോൺമെൻറ്റിനനുസരിച്ചിട്ട് IFRSൽ സ്ലൈറ്റ്ലി ചേഞ്ചസ് വരുത്തിയിട്ട് മോഡിഫൈ ചെയ്തിട്ട് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള ഇംപ്ലിമെൻറ്റേഷൻ വിളിക്കുന്നതാണ് IFRS കൺവേർജൻസ്. അപ്പോൾ ഇന്ത്യ IFRS കൺവേർജൻസിലൂടെയാണ് IND AS ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ IFRSുമായി കൺവേർജ് ചെയ്തിട്ടുള്ള ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡുകളാണ് IND AS എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പറയാം, ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഓർ IND AS ആർ ദ ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് കൺവേർജ്ഡ് സ്റ്റാൻഡേർഡ്സ് issued by Central Government of India under the supervision and control of Accounting Standard Board of ICAI and in consultation with the National Financial Reporting Authority. അപ്പോൾ നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റിയുടെ കൺസൾട്ടേഷനോടെ സെൻട്രൽ ഗവൺമെൻറ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡിൻ്റെ സൂപ്പർവിഷനിൽ ഇഷ്യൂ ചെയ്യുന്ന IFRS കൺവേർജ് ചെയ്തിട്ടുള്ള സ്റ്റാൻഡേർഡ്സിനെയാണ് IND AS എന്ന് പറയുന്നത്. ദീസ് ആർ സെറ്റ് ഓഫ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് നോട്ടിഫൈഡ് ബൈ ദ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് വിച്ച് ആർ കൺവേർജ്ഡ് വിത്ത് ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. അപ്പോൾ ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സുമായിട്ട് കൺവേർജ് ചെയ്തിട്ടുള്ള മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് നോട്ടിഫൈ ചെയ്തിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് ആണ് IND AS. ദെൻ IND AS ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്തുള്ള ഫിനാൻസ് മിനിസ്റ്റർ എന്ന് പറയുന്നത് അരുൺ ജെയ്റ്റ്ലി ആണ്. അപ്പം ഒരുപാട് ടെർമിനോളജീസ് ചേഞ്ച് ചെയ്തിട്ടുണ്ട് IND AS ഇംപ്ലിമെൻറ്റ് ചെയ്ത സമയത്ത്. ദാറ്റ് മീൻസ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കോംപ്രഹെൻസീവ് ഇൻകം ആയിട്ട് മാറി, ബാലൻസ് ഷീറ്റിൻ്റെ നെയിം സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ ആയിട്ട് മാറി. ഈ രീതിയിലുള്ള ഒരുപാട് ചേഞ്ചസ്
വന്നിട്ടുണ്ട് ഇന്ത്യ AS ഇന്ത്യയിൽ അഡോപ്റ്റ് ചെയ്ത സമയത്ത്. ദെൻ അവർക്ക് ഇന്ത്യയിൽ ഇപ്പോൾ അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സും ഉണ്ട്. ദെൻ IFRS കൺവേർജ് ചെയ്തിട്ടുള്ള ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആയിട്ടുള്ള ഇന്ത്യ AS ഉണ്ട്. ദെൻ അപ്ലിക്കബിലിറ്റി ഓഫ് ഇന്ത്യ AS ആണ്. ഏതൊക്കെ കമ്പനീസിലാണ് ഇന്ത്യ AS അപ്ലൈ ചെയ്യേണ്ടത്, മീൻസ് കമ്പൽസറി ആയിട്ട് ഇന്ത്യ AS ഫോളോ ചെയ്യേണ്ട കമ്പനീസ് ആണ് പറയുന്നത്. ഓൾ ദ കമ്പനീസ് വിച്ച് ആർ ലിസ്റ്റഡ് ഓർ ഇൻ പ്രോസസ് ഓഫ് ലിസ്റ്റിംഗ് ഓൺ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ഇൻ ഇന്ത്യ അല്ലെങ്കിൽ ഔട്ട്സൈഡ് ഇന്ത്യ നോട്ട് കവേർഡ് ഇൻ phase 1. അപ്പോൾ phase 1 ഇൻക്ലൂഡ് ചെയ്യാത്ത എല്ലാ ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനീസും ഇനി ലിസ്റ്റിങ്ങിനുള്ള പ്രോസസ്സുമായിട്ട് മുന്നോട്ട് പോകുന്ന കമ്പനീസ്, അത് ഇന്ത്യയിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആവാം, ഇന്ത്യക്ക് ഔട്ട്സൈഡിലുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാവാം, അവരെന്തായാലും ഉറപ്പായിട്ടും ഇന്ത്യ AS അപ്ലൈ ചെയ്യണം അവരുടെ ബിസിനസ്സിൽ. ഇവിടെ ഓർക്കുക phase 1 കവർ ചെയ്യുന്ന കമ്പനീസ് എന്ന് പറയുന്നത് സ്മോൾ മീഡിയം എൻ്റർപ്രൈസ് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനീസാണ്. അപ്പോൾ അവർ വരില്ല, അവരല്ലാത്ത ബാക്കിയുള്ള എല്ലാ ലിസ്റ്റഡ് കമ്പനീസും ഇന്ത്യ AS അപ്ലൈ ചെയ്യണം. ദെൻ അൺലിസ്റ്റഡ് കമ്പനീസ് ആണെങ്കിൽ ഹാവിങ് നെറ്റ് വർത്ത് ഓഫ് INR 250 crore ഓർ മോർ. അപ്പം അവരുടെ നെറ്റ് വർത്ത് ഇന്ത്യൻ റുപ്പീസ് 250 കോടിക്ക് മുകളിലാണെങ്കിൽ അവരും എന്ത് ചെയ്യണം, ഇന്ത്യ AS ഫോളോ ചെയ്യണം. ദെൻ ഇന്ത്യ AS അഡോപ്റ്റ് ചെയ്യുന്ന സമയത്തുള്ള സ്പെഷ്യൽ പോയിൻറ്റ്സ് ആണ്. ഫസ്റ്റ് വൺ, ദ കമ്പനീസ് ലിസ്റ്റഡ് ഓൺ SME എക്സ്ചേഞ്ച് ആർ നോട്ട് റിക്വയർഡ് ടു അപ്ലൈ ഇന്ത്യ AS. നമ്മൾ ഓൾറെഡി പറഞ്ഞു SME എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനീസിന് ഇന്ത്യ AS അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. സച്ച് കമ്പനീസ് ഷാൾ കണ്ടിന്യൂ ടു അപ്ലൈ എക്സിസ്റ്റിംഗ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് അൺലെസ് ദേ ചൂസ് അതർവൈസ്. അവർ ചൂസ് ചെയ്യുന്നത് വരെ അവർക്ക് എന്ത് ചെയ്യാം, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൽ തന്നെ അവരുടെ ഓർഗനൈസേഷൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കീപ്പ് ചെയ്യാം. വൺസ് ഇന്ത്യ AS ആർ അപ്ലിക്കബിൾ an entity shall be required to follow the IND AS for all the subsequent financial years. ഇനി ഓർക്കുക, IND AS ഏതെങ്കിലും കമ്പനീസിന് അപ്ലൈ ചെയ്യണമെന്ന് കമ്പൽസറി ആയിട്ട് പറയുകയാണെങ്കിൽ ഉറപ്പായിട്ടും അതിനുശേഷം സബ്സിക്വൻ്റ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ IND AS പ്രകാരം മാത്രമേ അവർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യാൻ പാടുള്ളൂ. Then the companies not covered by above roadmap shall continue to apply accounting standards notified in companies accounting standard rules 2006. ഇനി ഏതെങ്കിലും കമ്പനീസിന് മസ്റ്റായിട്ടും ഇന്ത്യ AS അപ്ലൈ ചെയ്യേണ്ട ആ രീതിയിലാണുള്ളതെങ്കിൽ അവർക്ക് അവരുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് മീൻസ് കമ്പനീസ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് റൂൾസ് 2006 ഇഷ്യൂ ചെയ്തിട്ടുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്തു പോവാം. അവരെന്ത് ചെയ്യേണ്ട, ഈ റോഡ് മാപ്പിൽ വന്നിട്ടില്ലെങ്കിൽ ഇന്ത്യ AS കമ്പൽസറി ആയിട്ട് അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. ദെൻ നെക്സ്റ്റ് നോക്കുന്നത് ലിസ്റ്റ് ഓഫ് ഇന്ത്യ AS ആണ്. ഫസ്റ്റ് വൺ 101 ആണ്, ഫസ്റ്റ് ടൈം അഡോപ്ഷൻ ഓഫ് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. അപ്പോൾ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൻ്റെ ഫസ്റ്റ് ടൈം അഡോപ്ഷൻ ആണ് ഇന്ത്യ AS 101 പറയുന്നത്. ദെൻ ഇന്ത്യ AS 102 പറയുന്നത് ഷെയർ ബേസ്ഡ് പേയ്മെൻറ്റ്സിനെ കുറിച്ചാണ്. ദെൻ ഇന്ത്യ AS 103 ബിസിനസ് കോമ്പിനേഷൻസിനെ കുറിച്ചാണ് പറയുന്നത്. ദെൻ ഇന്ത്യ AS 104 ആണ് ഇൻഷുറൻസ് കോൺട്രാക്ട്സിനെ കുറിച്ചാണ് പറയുന്നത്. ഇൻഷുറൻസ് കോൺട്രാക്ട്സിനെ കുറിച്ച് തന്നെയുള്ള ഇന്ത്യ AS 117 ഉണ്ടായിരുന്നു. ഈ 117 ഇപ്പോൾ റീപ്ലേസ് ചെയ്തിട്ട് ആണ് 104 ആയിട്ടുള്ള ഇൻഷുറൻസ് കോൺട്രാക്ട് ഉള്ളത്. അപ്പോൾ ഇന്ത്യ AS 117 ഇപ്പോൾ നിലവിലില്ല എന്നുള്ള കാര്യം ഓർക്കുക. ദെൻ ഇന്ത്യ AS 105 ആണ്. 105 പറയുന്നത് നോൺ കറണ്ട് അസറ്റ്സ് ഹെൽഡ് ഫോർ സെയിൽ ആൻഡ് ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻസിനെ കുറിച്ചാണ്. അപ്പം സെയിലിന് വേണ്ടി ഹെൽഡ് ചെയ്യുന്ന നോൺ കറണ്ട് അസറ്റ്സ്, ദെൻ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്, ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻസ്, ഈ കാര്യങ്ങളാണ് 105 പറയുന്നത്. ദെൻ നെക്സ്റ്റ് 106 എക്സ്പ്ലോറേഷൻ ഫോർ ആൻഡ് ഇവാലുവേഷൻ ഓഫ് മിനറൽ റിസോഴ്സസ് 106 ആണ്. ദെൻ 107 ആണെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഡിസ്ക്ലോഷേഴ്സ് ആണ് 107. ഓപ്പറേറ്റിംഗ് സെഗ്മെൻറ്റ്സ് ആണ് ഇന്ത്യ AS 108 പറയുന്നത്. ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സിനെ കുറിച്ചാണ് 109 പറയുന്നത്. കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിനെ കുറിച്ച് പറയുന്ന ഇന്ത്യ AS ആണ് 110 എന്ന് പറയുന്നത്. ദെൻ 111 പറയുന്നത് ജോയിൻറ്റ് അറേഞ്ച്മെൻറ്റ്സിൻ്റെ ആണ്. അപ്പോൾ ജോയിൻറ്റ് അറേഞ്ച്മെൻറ്റ്സ് ആണ് ഇന്ത്യ AS 111. ദെൻ ഡിസ്ക്ലോഷർ ഓഫ് ഇൻട്രസ്റ്റ് ഇൻ അതർ എൻറ്റിറ്റീസ് ആണ് 112. ദെൻ 113 ഫെയർ വാല്യൂ മെഷർമെൻറ്റ് ആണ്. ദെൻ നെക്സ്റ്റ് 114 ആണ് റെഗുലേറ്ററി ഡെഫറൽ അക്കൗണ്ടിനെ കുറിച്ചാണ് പറയുന്നത്. ദെൻ 115 റവന്യൂ ഫ്രം കോൺട്രാക്ട്സ് വിത്ത് കസ്റ്റമേഴ്സ് ആണ്. 116 ലീസസിനെ കുറിച്ചാണ്. നമ്മൾ പറഞ്ഞിട്ടായിരുന്നു 117 ഇപ്പോൾ എന്താണ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട് 104 അപ്പോൾ ഇത്രയും സ്റ്റാൻഡേർഡ്സ് ആണ് 2001 ശേഷം IFRS വന്ന സമയത്ത് വന്നിട്ടുള്ള 17 പ്രിൻസിപ്പിൾസുമായിട്ട് കൺവേർജ് ചെയ്തിട്ടുള്ള ലിസ്റ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. ദെൻ 2001 മുമ്പുള്ള ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവയാണ് ഇന്ത്യയിൽ അഡോപ്റ്റ് ചെയ്തിട്ടുള്ള
ഇന്ത് എസിൽ വരുന്ന 1 to 41 എന്ന് പറയുന്നത് അതിൽ വരുന്ന സ്റ്റാൻഡേർഡുകളാണ്. ഫസ്റ്റ് സ്റ്റാൻഡേർഡാണ് പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. അപ്പോൾ ഇന്ത് എസ് 1 പറയുന്നത് പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ദെൻ ഇന്ത് എസ് 2 പറയുന്നത് ഇൻവെൻട്രീസിനെ കുറിച്ചാണ്. ദെൻ ഇന്ത് എസ് 7 സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ക്യാഷ് ഫ്ലോസ് വന്നിട്ടുള്ളത്. ദെൻ ഇന്ത് എസ് 8 അക്കൗണ്ടിങ് പോളിസീസ് ചേഞ്ചസ് ഇൻ അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ്സ് ആൻഡ് എറേഴ്സിനെ കുറിച്ച് പറയുന്നത്. ദെൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 10 ഇവൻറ്റ്സ് ആഫ്റ്റർ റിപ്പോർട്ടിംഗ് പീരീഡ് ആണ്. ദെൻ 12 ഇൻകം ടാക്സസ് ആണ്. ഓർക്ക് ഇൻകം ടാക്സ് ആണ് 12 എന്ന് പറയുന്നത്. ദെൻ 16 ഇമ്പോർട്ടൻ്റ് ആണ് പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ്സിനെ കുറിച്ച് പറയുന്ന സ്റ്റാൻഡേർഡാണ് ഇന്ത് എസ് 16. ദെൻ ഇന്ത് എസ് 19 എംപ്ലോയി ബെനിഫിറ്റ്സിനെ കുറിച്ചാണ് പറയുന്നത്. ദെൻ ഇന്ത് എസ് 20 അക്കൗണ്ടിങ് ഫോർ ഗവൺമെൻറ് ഗ്രാൻറ്റ്സ് ആൻഡ് ഡിസ്ക്ലോഷർ ഓഫ് ഗവൺമെൻറ് അസിസ്റ്റൻസ് ആണ്. ദെൻ 21 ദ ഇഫക്റ്റ് ഓഫ് ചേഞ്ച് ഇൻ ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ്സ്. ദെൻ ഇന്ത് എസ് 23 ബോറോയിങ് കോസ്റ്റ്. ഇന്ത് എസ് 24 റിലേറ്റഡ് പാർട്ടി ഡിസ്ക്ലോഷേഴ്സ്. 27 സെപ്പറേറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ദെൻ 28 ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ അസോസിയേറ്റ്സ് ആൻഡ് ജോയിൻറ്റ് വെഞ്ചേഴ്സ്. 29 ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഇൻ ഹൈപ്പർ ഇൻഫ്ലാഷണറി ഇക്കണോമീസ്. ദെൻ 32 ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് പ്രസൻറ്റേഷൻ. 33 ഏർണിംഗ് പെർ ഷെയർ. 34 ഇൻറ്ററിം ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്. 36 ഇമ്പയർമെൻറ്റ് ഓഫ് അസറ്റ്സ്. ദെൻ ഇന്ത് എസ് 37 പ്രൊവിഷൻസ് കണ്ടിജൻറ്റ് ലയബിലിറ്റീസ് ആൻഡ് കണ്ടിജൻറ്റ് അസറ്റ്സ്. ദെൻ 38 ഇൻടാഞ്ചിബിൾ അസറ്റ്സ്. 40 ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടീസ്. 41 ലാസ്റ്റ് വൺ എന്താണ് അഗ്രികൾച്ചർ. അപ്പോൾ ഇത്രയാണ് ഇപ്പോൾ നിലവിലുള്ള ലിസ്റ്റ് ഓഫ് ഇന്ത് എസ് എന്ന് പറയുന്നത്. ഇടയ്ക്ക് ചില നമ്പേഴ്സ് മിസ്സിംഗ് ഉണ്ട്, അതൊന്നും ഇപ്പോൾ ഇല്ലാത്ത സ്റ്റാൻഡേർഡുകളാണ്. അപ്പോൾ ഇത്രയാണ് ലിസ്റ്റ് ഓഫ് ഇന്ത് എസ്. നെക്സ്റ്റ് നോക്കുന്നത് ലിസ്റ്റ് ഓഫ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഇൻ ഇന്ത്യയാണ്. ഇന്ത്യയിൽ 2006 റൂൾ പ്രകാരം നിലവിലുള്ള അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സിൻ്റെ ലിസ്റ്റാണ് നോക്കുന്നത്. ദർ ആർ 32 അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ഔട്ട് ഓഫ് വിച്ച് 3 ആർ വിഡ്രോൺ. അപ്പോൾ 3 ഇപ്പോൾ വിഡ്രോ ചെയ്തിട്ടുണ്ട്. 32 സ്റ്റാൻഡേർഡ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്, അതിൽ 3 വിഡ്രോ ചെയ്തു. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 30, 31, 32 ഈ 3 സ്റ്റാൻഡേർഡുകളാണ് വിഡ്രോ ചെയ്തിട്ടുള്ളത്. ദെൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 8 ഈസ് റിപ്പീൽഡ് വെറാസ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 6 and 10 ആർ മെർജ്ഡ്. അപ്പോൾ 30, 31, 32 എന്ന സ്റ്റാൻഡേർഡുകൾ വിഡ്രോ ചെയ്തത് കൂടാതെ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 8 റിപ്പീൽ ചെയ്തിട്ടുണ്ട്. ദെൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 6ഉം 10ഉം ഇപ്പോൾ മെർജ് ചെയ്തിട്ടാണുള്ളത്. അങ്ങനെ ടോട്ടലി ഈ 32 അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ഇപ്പോൾ നിലവിലുള്ളത് എത്ര മാത്രമാണ്? 27 അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് മാത്രമാണ്. ഈ 27 അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ ലിസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് സ്റ്റാൻഡേർഡാണ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 1 ഡിസ്ക്ലോഷർ ഓഫ് അക്കൗണ്ടിംഗ് പോളിസീസ് ആണ്. ദെൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 2 വാല്യുവേഷൻ ഓഫ് ഇൻവെൻട്രീസ്. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 3 ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്സ്. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 4 ആണ് കണ്ടിജൻസീസ് ആൻഡ് ഇവൻറ്റ്സ് ഒക്കറിംഗ് ആഫ്റ്റർ ദ ബാലൻസ് ഷീറ്റ് ഡേറ്റ്. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 5 നെറ്റ് പ്രോഫിറ്റ് ഓർ ലോസ് ഫോർ ദ പീരിയഡ്, പ്രയർ പീരിയഡ് ഐറ്റംസ് ആൻഡ് ചേഞ്ചസ് ഇൻ അക്കൗണ്ടിംഗ് പോളിസീസ്. ദെൻ 6 ഇല്ലയെന്ന് പറഞ്ഞു. 7 അക്കൗണ്ടിംഗ് ഫോർ കൺസ്ട്രക്ഷൻ കോൺട്രാക്ട്സ്. ദെൻ നെക്സ്റ്റ് 8 റിപ്പീൽ ചെയ്തിട്ടുണ്ട്. ദെൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 9 ആണ് റവന്യൂ റെക്കഗ്നേഷൻ ആണ്. ദെൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 10 പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ്. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 6ഉം 10ഉം ഇപ്പോൾ മേർജ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് മാത്രമേ ഉള്ളത്. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 10 ആണ്. 10 പറയുന്നത് പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റിനെ കുറിച്ചാണ്. ദെൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 11 ദ ഇഫക്റ്റ് ഓഫ് ചേഞ്ച് ഇൻ ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ്. ദെൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 12 അക്കൗണ്ടിംഗ് ഫോർ ഗവൺമെൻറ് ഗ്രാൻറ്റ്സ്. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 13 അക്കൗണ്ടിംഗ് ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ്സ്. 14 പറയുന്നത് അക്കൗണ്ടിംഗ് ഫോർ അമാൾഗമേഷൻസ്. ഓർക്കത് ഇമ്പോർട്ടൻ്റ് ആണ്. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 14 അപ്പോൾ എന്താണ്? അക്കൗണ്ടിംഗ് ഫോർ അമാൾഗമേഷൻ. ദെൻ 15 ഇമ്പോർട്ടൻ്റ് ആണ് എംപ്ലോയി ബെനിഫിറ്റ്. 16 ബോറോയിങ് കോസ്റ്റ്. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 17 സെഗ്മെൻറ്റ് റിപ്പോർട്ടിംഗ്. 18 റിലേറ്റഡ് പാർട്ടി ഡിസ്ക്ലോഷേഴ്സ്. 19 ആണ് ലീസസ്. 20 ഏർണിംഗ് പെർ ഷെയർ. 21 കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. 22 അക്കൗണ്ടിംഗ് ഫോർ ടാക്സസ് ഓൺ ഇൻകം. ദെൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 23 അക്കൗണ്ടിംഗ് ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ അസോസിയേറ്റ്സ് ഇൻ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ദെൻ നെക്സ്റ്റ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 24 ഡിസ്കണ്ടിന്യൂയിങ് ഓപ്പറേഷൻസ്. ദെൻ 25 ഇൻറ്ററിം ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്. 26 ആണ് ഇൻടാഞ്ചിബിൾ അസറ്റ്സിനെ കുറിച്ച് പറയുന്നത്. 26. 27 ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ ജോയിൻറ്റ് വെഞ്ചേഴ്സ്. 28 ഇമ്പയർമെൻറ്റ് ഓഫ് അസറ്റ്സ്. 29
പ്രൊവിഷൻസ്, കണ്ടിജൻറ്റ് ലയബിലിറ്റീസ് ആൻഡ് കണ്ടിജൻറ്റ് അസറ്റ്സ്. ദെൻ നെക്സ്റ്റ് 30, 31 ആൻഡ് 32 ആണ്. ഈ 3 സ്റ്റാൻഡേർഡ്സും ഓൾറെഡി വിഡ്രോൺ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത്രയാണ് ഇപ്പോൾ നിലവിലുള്ള ലിസ്റ്റ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സ്റ്റാൻഡേർഡ്സ് എല്ലാം ഓർത്ത് വയ്ക്കാൻ ശ്രമിക്കുക. താങ്ക്